ഞാൻ എത്ര ടിക്കറ്റ് ഉണ്ടെന്ന് നോക്കുന്നില്ല, മൊത്തത്തിൽ അങ്ങ് എടുക്കുക കേട്ടോ. കണക്കൊന്നും തെറ്റിട്ടില്ലല്ലോ? ഇല്ലില്ല. ഞാൻ മരിച്ചു, എൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തു, എൻ്റെ പോസ്റ്റ്മോർട്ടം റിസൾട്ടൊക്കെ റിപ്പോർട്ടൊക്കെ ഞാൻ തന്നെ പോയി വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു കോടതി കൊടുക്കാൻ. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ അടക്കിയിട്ട് സഞ്ചയനം നടത്തി. അത് സംഭവം നിയമസഭയിൽ പോലും ഒരു ദിവസം വലിയ പ്രശ്നം ഉണ്ടായി. സച്ചിദാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്. ഈ ചേട്ടനെ കണ്ടാൽ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ ആരും തന്നെ കടന്നു പോകില്ല. മരിച്ചുപോയെന്ന് കരുതി അടക്കം ചെയ്ത് സഞ്ചയനം വരെ നടത്തിയിട്ട് തിരികെ വന്നയാളാണ്. സ്വന്തം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങേണ്ടി വന്നയാൾ. രാജേട്ടൻ എല്ലാ ദിവസവും ഇങ്ങനെ ഹരിപ്പാട് ഏതൊക്കെ ഭാഗത്താ ലോട്ടറി വിൽക്കാൻ പോന്നേ? കരുവാറ്റേന്ന് ഡാണാപ്പടി ഇവിടെ നാരായത്ര വരെ വരും, എടുത്ത് തിരിച്ചു പോകും. എനിക്കിങ്ങനെ മസ്കുലാർ ഡിസ്ട്രോഫി, മയോപ്പതി എന്ന് പറയുന്ന രോഗം വന്നായിരുന്നു. അപ്പൊ അത് വന്ന് പിന്നെ അങ്ങ് മരിച്ചു പോകുന്നുള്ള ചിന്തയിലായിരുന്നു. ഓ ശരി ശരി. അപ്പൊ അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്ക് മദ്യം ഇഷ്ടമില്ലായിരുന്നു. ഞാൻ മദ്യം കഴിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഒരുപാട് മദ്യം കഴിച്ച് അവസാനം ഇച്ചിരി മദ്യം കച്ചവടം ചെയ്യാനുള്ള പരിപാടിയൊക്കെ നടത്തി. ചേട്ടൻ ചെയ്തോ? അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എന്നെ ജയിലിൽ കൊണ്ടുപോയി. ഓ ശരി ശരി. കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ജയിലിൽ കിടന്ന് അവിടുന്ന് ഒരു സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ മരിച്ചു. അങ്ങനെ അയാൾ മരിച്ചിട്ട് അയാളെ ഞാനാ മരിച്ചതെന്നും പറഞ്ഞു. ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. അതേ അവസ്ഥയായിരുന്നു. അത്രയ്ക്കും മോശമായിട്ടുള്ള അവസ്ഥ. അത്രയ്ക്ക് വയ്യായിരുന്നു, തീരെയല്ലേ വയ്യായിരുന്നു. എന്നെ എഴുന്നേപ്പിച്ച് 2 വർഷത്തോളം ഞാൻ കിടന്നതാ. 2.5 വർഷത്തോളം കാല് മുന്നോട്ടിട്ട് നിരങ്ങുന്ന ഒരവസ്ഥ കിടന്നതാ. ഓ ശരി ശരി. 6 മാസം എനിക്ക് തിരിഞ്ഞു കിടക്കാൻ പോലും വയ്യ. മൂടി നരച്ച് കാഴ്ചയും പോയി. അന്ന് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചേട്ടന്? ഈ ഒരു ബുദ്ധിമുട്ട്, മസിലിന്റെ ബുദ്ധിമുട്ട് വന്നിട്ട് അങ്ങനെ ആയതാ. പക്ഷെ വീൽ ചെയറിലൊന്നും ആയിട്ടില്ലായിരുന്നല്ലേ? പിന്നീട് ഞാൻ എഴുന്നേറ്റ് കേട്ടോ. ഞാൻ ഒരു പ്രയറിന് പോയി. ഓ ശരി ശരി. പെന്തക്കോസ്ത് പ്രയറിന് പോയിട്ട് ഞാൻ എഴുന്നേറ്റ് പിന്നെ ബോംബെയിലൊക്കെ പോയി. എന്നിട്ട് സൈഡ് വീലുള്ള വണ്ടിയിൽ പിന്നെ മത്സ്യ കച്ചവടമൊക്കെ ചെയ്ത് നമ്മളെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പിന്നെ പാടെ മദ്യം ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ജയിലിൽ പോയതിനു ശേഷം ചേട്ടൻ പൂർണ്ണമായിട്ടും പുതിയൊരു വ്യക്തിയായിട്ട് മാറി. പിന്നെ നമ്മള് ഒരു കട നടത്തിയിട്ട് പോലും നമ്മളൊരു സിഗരറ്റ് വിറ്റിട്ടില്ല. ഓ ശരി ശരി, നല്ല കാര്യം. അതേ രീതിയിൽ നമ്മൾ ആ രീതിയിലായത്. പിന്നെ ആ സൈഡ് വീലുള്ള വണ്ടിയെ പോയിട്ട് ഞാൻ പിന്നെ വന്ന് കാലിന്റെ ബലക്കുറവ് കൊണ്ട് ഞാൻ ഉരുണ്ടു വീണ്. മറിഞ്ഞു വീണ് മുട്ട് രണ്ടും പൊട്ടി. അങ്ങനെ പൊട്ടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ 2-3 വർഷമായി. അവസാനം എനിക്ക് എങ്ങനെയും ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീടിന്റെ ആധാരം വരെ പണയം വെച്ച് ഇങ്ങനെ ഒരു സാധനം എടുത്ത് എന്നിട്ട് വെളിയിൽ ഇറങ്ങി. ഇപ്പം അങ്ങനെ ലോട്ടറി കച്ചവടമാണ് ചെയ്യുന്നത്. ഏതൊക്കെ ഭാഗത്ത് പോകും ചേട്ടൻ? ഞാൻ ഇവിടെ നാരായത്ര, കരുവാറ്റേന്ന് നാരായത്ര വരും. ഇവിടുന്ന് ലോട്ടറി എടുക്കും, നേരെ വീട്ടിൽ പോകും. അവിടെ പോയിട്ട് പിന്നെ ഒന്നുകൂടെ ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ വൈകുന്നേരം ഒന്ന് ഇറങ്ങി. ഈ വീൽ ചെയർ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും? ഇതാകെ 15 കിലോമീറ്റർ ഓടത്തുള്ളൂ. ഇപ്പം കാരണം ഇതിനിങ്ങനെ വെട്ടലൊക്കെ തുടങ്ങി. ചേട്ടന്റെ ലോട്ടറി എല്ലാരും വാങ്ങിച്ച് സഹായിക്കോ? എല്ലാരും ലോട്ടറി ഒക്കെ വാങ്ങിച്ച് സഹായിക്കും? എടുത്തോളൂ, കുഴപ്പമില്ല. ഞാൻ ഏതായാലും ഇങ്ങനെ പോകുന്ന കാണുമ്പോ മിക്കവാറും വേണ്ടാത്തവര് ലോട്ടറി എടുക്കാത്തവരും വന്ന് എടുത്ത് സഹായിക്കാറുണ്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ജയിലിൽ മരിച്ച ആളെ ചേട്ടനാണെന്നും പറഞ്ഞു കൊണ്ടുവന്നിട്ട് അടക്കം ചെയ്തായിരുന്നോ? അത് അങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ജയിലിലുള്ളവര് അവരുടെ വന്നവര്, എന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 72-73 ആയിരുന്നു. ഓ ശരി ശരി. പുള്ളിക്കാരന്റെ നമ്പർ 73-72. ഇയാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായിട്ട് കൊണ്ടുപോയപ്പം ഗേറ്റ് റിപ്പോർട്ട് ചെയ്തപ്പം എന്റെ നമ്പരാ പറഞ്ഞത്. ഓ ശരി ശരി ശരി. അങ്ങനെ ആ നമ്പർ പറഞ്ഞത് കാരണം പിന്നെ കൊണ്ടുപോയതിന്റെ ഞാൻ മരിച്ചു, എന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തു, എന്റെ പോസ്റ്റ്മോർട്ടം റിസൾട്ടൊക്കെ റിപ്പോർട്ടൊക്കെ ഞാൻ തന്നെ പോയി വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു കോടതി കൊടുക്കാൻ. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ അടക്കിയിട്ട് സഞ്ചയനം നടത്തി. സഞ്ചാരമൊക്കെ നടത്തി. കാര്യം ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. കാര്യം മരിക്കത്തൊക്കെ രോഗം പിടിച്ചു കിടക്കണ്ടായിരുന്നു. അതെ അതെ അതെ. അതുകൊണ്ട് എന്റെ അവസ്ഥയല്ല വല്ലാത്തൊരവസ്ഥയായി പോയായിരുന്നു. അങ്ങനെ ഒരു വട്ടം മരിച്ച് ജീവിച്ച് ഇപ്പൊ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ആളല്ലേ? അല്പം സംശയം പറഞ്ഞിട്ട് പോലും, ചിലരൊക്കെ സംശയം പറഞ്ഞിട്ട് പോലും അവരെല്ലാം പറഞ്ഞ് ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് കാറ്റും വെയിലും ഒന്നും കൊള്ളാതെ നല്ലോണം നന്നായതാണ്, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ചേൽപ്പിച്ച്. അത് സംഭവം നിയമസഭയിൽ പോലും ഒരു ദിവസം വലിയ പ്രശ്നം ഉണ്ടായതല്ലേ? ഏത് വർഷമായിരുന്നു ചേട്ടാ? അത് 2005-ലാണ്. 2005 ചേട്ടൻ മൊത്തത്തിൽ വൈറലായുള്ള ഒരു വ്യക്തിയല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. സച്ചിദാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണല്ലേ ഒരു ദിവസം നിയമസഭയിൽ പ്രശ്നം ഉണ്ടാക്കിയത്. വലിയ വിശ്വാസമല്ലേ? എത്ര ടിക്കറ്റ് ഉണ്ട് ഇനി ബാക്കി? ഞാൻ ഒരു ദിവസം 60 ടിക്കറ്റ് എടുക്കത്തുള്ളൂ. ഇതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വിൽക്കാൻ പറ്റും? ഇന്ന് കച്ചവടം കഴിഞ്ഞാൽ വീട്ടിൽ പോകും. ഓക്കെ, ഇന്നത്തെ ടിക്കറ്റ് അത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ എത്ര ടിക്കറ്റ് ഉണ്ടെന്ന് നോക്കുന്നില്ല, മൊത്തത്തിൽ അങ്ങ് എടുക്കുക കേട്ടോ. ഒരു വട്ടം മരിച്ച് ജീവിച്ച് ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു ലോട്ടറി എടുത്ത് നിങ്ങൾ എല്ലാവരും സഹായിക്കണം കേട്ടോ. എണ്ണട്ടാ ടിക്കറ്റ്? 1, 2, 3, 4, 26, 27, 28, 29. നോക്കിയേ, 29 ഉണ്ടെന്ന്. 29 എത്ര രൂപ? ഞാൻ ഒരെണ്ണം കൂടെ തരാം.
30 തരാം. ഓ ശരി. ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന? ഒരെണ്ണം ഞാൻ എടുത്തതാ. ചേട്ടൻ എടുത്തതാണോ? ഒരെണ്ണം ചേട്ടൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പൊ അടിക്കുവാണെങ്കിൽ ഞാൻ ചേട്ടൻ കൊണ്ട് തരാം ഈ കാശ് ഉറപ്പായിട്ടും. ഏത് ഇത് ഇതിനകത്തുനിന്ന് പ്രൈസ് ഉണ്ടെങ്കിൽ നോക്കിക്കോണം കേട്ടോ. ഇതിനകത്തുനിന്ന് പ്രൈസ് ഉണ്ടെങ്കിൽ ചേട്ടൻ തന്നെ തിരിച്ചു തരുത്താൻ. ഓക്കെ. 30 ഉണ്ടല്ലോ. 30 എത്ര രൂപ? 1500 രൂപ. 30 1500 രൂപ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം. ഒരു മറയില്ലാതെ ചേട്ടൻ്റെ ജീവിതം ഈ വീഡിയോയ്ക്ക് മുമ്പിൽ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു ദൈവഭയത്തോടു കൂടി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചേട്ടനെ കാണേണ്ട ഒരാൾ തന്നെയായിരുന്നു. സന്തോഷം. ഇതൊക്കെ നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്, പക്ഷെ ദൈവം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ഒരു പ്രചോദനം കൂടെ ആട്ടെ അല്ലേ? ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ഏതവസ്ഥയെന്ന് എഴുന്നേൽപ്പിക്കും. കണക്കൊന്നും തെറ്റിട്ടില്ലല്ലോ? ഇല്ലില്ല. അപ്പൊ ഇനിയും കാണാം നമുക്ക്. 50 രൂപ 30 എണ്ണത്തില് 1500. സന്തോഷം. ശരി എന്നാ, താങ്ക്സ്. ഓക്കെ, പോട്ടെ.